നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മ രാവിലെ പോയി കൊണ്ടുവന്നിട്ടുള്ളതാണ്, അച്ചാറിടാനും ഉപ്പിലിടാനൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ മുന്നേ ഒരു ഭരണി നിറയെ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു, അത് മൊത്തം തീർന്നുപോയി. ഇതിപ്പോൾ രണ്ടാമതിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അച്ചാറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് ഞാനും കീർത്തിയും കൂടെ ടൗൺ വരെ ഒന്ന് പോവാണ്. കീർത്തി എൻ്റെ ചേച്ചിയുടെ മോളാണ്. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ 13-ന്. അപ്പോൾ എനിക്കൊന്നും വാങ്ങി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. കീർത്തി നന്നായിട്ട് വരയ്ക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിഫ്റ്റായിട്ട് ഞാൻ അവൾക്കൊരു കളർ പാലറ്റാണ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കുഞ്ഞു കമ്മലും. ആൾ നല്ല ഹാപ്പി ആയിരുന്നു, ഞാനും ഹാപ്പി ആയിരുന്നു. അവിടുന്ന് വന്ന ഉടനെ തന്നെ നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റി നേരെ തറവാട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് ഒരുപാട് പട്ടിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ അതിനൊക്കെ കളിപ്പിച്ചിരുന്നു. അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് കുറച്ച് പഴം വീട്ടിലിരിക്കുന്ന കണ്ടത്. കുറച്ച് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഴം പൊരി എന്ന് പറയാൻ പറ്റില്ല, പഴത്തിൻ്റെ ഒരു ഐറ്റം. പഴം ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തത് കേട്ടോ. പിന്നെ ഉള്ളി വട എന്നും പറയാൻ പറ്റില്ല, എൻ്റെ ഒരു ഉള്ളി കൊണ്ടുള്ള ഒരു ഐറ്റം. തൽക്കാലം പത്രം മതി. അത് വെച്ച് നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ തൂവൽ ശേഖരിക്കുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ കുറച്ച് നേരം നോക്കിയിരുന്നു. അപ്പോൾ നാളെ പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം.